ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഭാരതപ്പുഴയിലെ തടയണകൾ മണലും പുല്ലും നിറഞ്ഞ് നാമാവശേഷമാകുന്നു. വടക്കാഞ്ചേരി നഗരസഭയും ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളും ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയിൽ ഇപ്പോൾ മണൽത്തിട്ടകളും പുൽപ്പാടങ്ങളുമാണ് അവശേഷിക്കുന്നത്. പൈങ്കുളം വാഴാലിപ്പാടത്തെ ഉരുക്കു തടയണയാകട്ടെ പുനർനിർമ്മാണത്തിനിടെ വീണ്ടും തകർന്ന് തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. തടയണയിൽ മണൽ അടിഞ്ഞുകൂടിയതോടെ വെള്ളം കെട്ടിനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. മാസങ്ങൾക്ക് മുമ്പ് മണൽ നീക്കം ചെയ്യുവാൻ സർക്കാർ കരാർ നൽകിയെങ്കിലും തടയണയിലെ മണൽ മാറ്റുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇതോടെ പമ്പ് ഹൗസുകളിൽ നിന്ന് പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ഒന്നിടവിട്ട ദിവസങ്ങൾ മാത്രമേ വെള്ളം എത്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ. നിലവിൽ 600 മുതൽ 800 രൂപ വരെ നൽകി ടാങ്കർ ലോറികളെയാണ് ജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. ഭാരതപ്പുഴയിലെ ആദ്യത്തെ ഉരുക്ക് തടയണയായ വാഴാലിപ്പാടം തടയണയുടെ അവസ്ഥ അതിദയനീയമാണ്. 2014 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തടയണ 2018 പ്രളയത്തിൽ തകർന്നിരുന്നു. ഇതോടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.6 കോടി രൂപ കൂടി ചെലവാക്കി പുനർനിർമ്മാണം തുടങ്ങിയെങ്കിലും ഇപ്പോൾ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ്. ഇരുമ്പ് പാളികളിൽ നിന്ന് കോൺക്രീറ്റ് വേർപെട്ട് പലയിടത്തും വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഏതാണ്ട് 20 കോടിയോളം രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടും തടയണയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ആശങ്കയിലാണ്.